ഇതിന് മാജിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് സർക്യൂട്ട് അത് ഇത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിൽ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കത്തും കത്തനാണ്ട ഇത്. അതായത് ഈ സർക്യൂട്ട് അത് 2 ചെറിയ ബാറ്ററി ഉണ്ട്. എന്നാൽ ഈ ടെസ്റ്റർ സപ്ലൈയിൽ ടച്ച് ചെയ്ത് ഇവിടെ തൊടി കഴിഞ്ഞാൽ കത്തുള്ളൂ സാധാരണ ടെസ്റ്റർ. ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ കോമൺസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സാധാരണ ടെസ്റ്റർ കൊണ്ട്. ഈ ടെസ്റ്റ് കൊണ്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാം. വേണ്ട ടച്ച് ഇവിടെ ഇതൊരു ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ ടിപ്പ് കണ്ട, ഇതിൻ്റെ ടിപ്പാണ് ഈ കാണുന്നത്. ഇവിടെ 1 meg റെസിസ്റ്റൻസ്. ഇത് NPN ട്രാൻസിസ്റ്റർ 548, 547, 549 ഒക്കെ ഉപയോഗിക്കുക. ഇതിൻ്റെ അര പുറത്തേക്കുക കണ്ട. അതേസമയം ഇതിൻ്റെ അര ഉള്ളിലിരിക്കുക. ഇത് PNP. ഇത് PNP എമിറ്റർ പോസിറ്റീവാണ് കണ്ട. ഇതിന് ബാറ്ററി സെൽ ബട്ടൺ സെല്ലിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഇങ്ങനെ ഇതിലേക്ക് വരും. ഇവിടെ തൊടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടിപ്പിലും ടോപ്പിലും തൊടുമ്പോൾ ഇങ്ങനെ വന്ന് ഇതിലേക്ക് ഇത് കണ്ടക്ട് ചെയ്യും. ഈ ട്രാൻസ് കണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഈ LED ഇതിലേക്ക് വരും സപ്ലൈ. അപ്പോൾ ഇവിടെ നിന്ന് നെഗറ്റീവ് ഈ വഴി ഇതിലേക്ക് വന്ന് ഇതിലേക്ക് വരും. ഇങ്ങനെ വന്ന് ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് കത്തുന്നത് ഈ ടെസ്റ്റ് കത്തുന്നത് ടെസ്റ്റ് അങ്ങനെ കത്തുന്നുണ്ട്. ഇതുകൊണ്ട് കുറേ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാം. എന്തുണ്ട് ഈ ട്രാൻസിസ്റ്റർ, കണ്ട. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ. അപ്പുറത്ത് ഈ ഭാഗത്ത് എമിറ്റർ, അപ്പുറത്ത് കളക്ടർ, ഭാഗത്ത് കളക്ടർ. അങ്ങനെ നോക്കുക. അതിൻ്റെ ഇതിൻ്റെ ഇത് NP എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും കളക്ടർ ഇതിനെ തൊടിപ്പിക്കുക. വേണ്ട കത്തിനണ്ട. അപ്പോൾ ഇത് NPN ട്രാൻസിസ്റ്റർ കണ്ട കത്തിനുണ്ട്. രണ്ട് ഭാഗം തൊടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് കുഴപ്പമില്ല. എന്നാണ് ട്രാൻസിസ്റ്റർ ഓഫീസിൽ. അപ്പോൾ ഇത് ഏത് ട്രാൻസിസ്റ്ററാണെന്ന് വെച്ചാൽ ഇത് NPN ട്രാൻസിസ്റ്റർ. വേണ്ട ഈ ട്രാൻസിസ്റ്റർ. അത് ഇനി ഈ ട്രാൻസിസ്റ്റർ ഇതിന് തൊടിച്ച് കഴിഞ്ഞാൽ കത്തില്ല. ഇത് PNP ആണ്. ഇത് 558, 557. ഇത് അങ്ങനത്തെ ഇത് കത്തും. കണ്ട ഇത് കത്തില്ല. അങ്ങനത്തെ ഇത് കത്തുള്ളൂ. ഇത് കത്തില്ല. കണ്ട കത്തില്ല ടിപ്പ്. ഇതിൻ്റെ ടോപ്പിലൊടിക്കുക. ഇതിൻ്റെ ടിപ്പുമ്മ പിടിക്കുക. കണ്ട ഈ ടിപ്പുമ്മ പിടിച്ചിട്ട് ഈ ടോപ്പിൽ ഒടിക്കുക. ട്രാൻസ്ഫർ കൊണ്ട് ഒടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കത്തിൻ്റെ വെച്ചാൽ വേണ്ട കത്തില വേണ്ട. ട്രാൻസ്ഫറിൻ്റെ പൈസ പിടിച്ചിട്ട് വേണ്ട. ഇപ്പോൾ ഇതിൻ്റെ വിത്തറും അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ രണ്ടും നല്ലതാണ്. PNP 555, 555, 8 557 ഉണ്ട്. അത് രണ്ടും ഒരേ ട്രാൻസിസ്റ്ററാണ് PNP. ഇത് ഓരോന്ന് ടെസ്റ്റ് ചെയ്യണം. റെസിസ്റ്റൻസ് ഇതിലൂടെ ഇരിക്കുമ്പോൾ കത്തിലാണ് റെസിസ്റ്റൻസിന് ഇപ്പോൾ ആയിട്ടില്ല. അപ്പുറത്ത് തിരിച്ചിട്ടാലും ഈ ഭാഗത്തോട് ഇരിച്ചാലും റെസിസ്റ്റൻസ് കത്തും. ഇതിന് തൊട്ടിട്ട് റെസിസ്റ്റൻസ് കത്ത് കണ്ട. കപ്പാസിറ്റർ ഇതിനോട് ഇടിച്ചിട്ട് തൊട്ടാലും കപ്പാസിറ്റർ ഒരു ലൈറ്റ് കണ്ട. ലൈറ്റ് നീൻ്റെ ഇപ്പുറത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങുക. കണ്ട തടി കണ്ട. ഇത് ഇപ്പുറത്ത് ഇത് മരിച്ചിട്ടാലും ഈ കപ്പാസിറ്റർ ഇതിനാണ് കപ്പാസിറ്റർ ഓടിച്ചിട്ടുണ്ട്. വേണ്ട അതെ കപ്പാസിറ്റർ ഒന്ന് തൊടിച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ ഇത് ഇതൊക്കെ കാണിച്ചാൽ ഇതിന് പിടിച്ചിട്ട് ഇതിന് വേണ്ട ഇതിനാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇപ്പോഴത്തോടെ ഇതിന് പിടിച്ചിട്ട് ഇതിന് പിടിച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ കത്തും കണ്ട. ഇത് ഇപ്പുറത്തായാലും ഒറ്റ സെക്കൻഡിൽ കത്തിനാണ്. എന്നാൽ ഇത് ഡയോഡുകളാണ്. ഇത് ഡയോഡ് LED ഒക്കെ ഒരേ ഇതാണ്. പോസിറ്റീവ് നെഗറ്റീവുള്ള അത് അങ്ങോട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കത്തില്ല. ഇത് പോസിറ്റീവിൽ പിടിക്കുക. വലിയ ലീഡ് കണ്ട നീളം കൂടി ലീഡിൽ പിടിച്ചിട്ട് പിടിക്കുക. അപ്പോൾ ഇത് കത്തണില്ല. ഇത് തിരിച്ചു കൊടുക്കുക. വേണ്ട കത്തണ LED നീളം കൂടി ഭാഗത്ത് തൊടുമ്പോൾ കത്തണേ. അപ്പോൾ അതേ സമയം ഇതിൽ ഇങ്ങനെ ഇത് തൊട്ടിട്ട് ഈ നീളം കൂടി ഭാഗത്ത് തൊടിച്ച കത്തില്ല. തിരിച്ചു കൊടുക്കണം. വേണ്ട ഇങ്ങനെ
നീ തിരിക്കണം കണ്ട അപ്പോൾ കത്തും കത്തണല്ല. അപ്പോൾ ഡയോഡിൻ്റെ ഈ ഭാഗം ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളൂ കത്തുണ്ട്, ഡയോഡിൻ്റെ കത്തുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ കത്തില്ല കണ്ട. അതേസമയം ഇപ്പുറത്തേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡയോഡ് കണ്ട അങ്ങനെ കത്തും. ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ കത്തില്ല കണ്ട. അതായത് ഇവിടെ കത്തില്ല കണ്ട അങ്ങനെ. അപ്പോൾ ഇത് ഒരു ട്രാൻസിസ്റ്റർ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്ററാണ്. ഇനിയിത് സപ്ലൈ എ സിയിൽ ഇത് കുത്തുമ്പോൾ ഇത് എ സിയിൽ സ്വിച്ച് ഓൺ ചെയ്തു ഇതിലാണ് കത്തുണ്ട്. ഇത് കണ്ട ലൈറ്റ് കത്തുന്ന കണ്ട. അത് ഈ ന്യൂട്രലില്ലെങ്കിൽ ഇത് കത്തില്ല. ന്യൂട്രൽ ഉണ്ടെന്നറിയാം. ഷോക്കടിക്ക് ബാറ്ററിയുള്ള കാരണം ഇത് കത്തുന്ന കണ്ട. ഇതിലും ഫേസ് എർത്തുണ്ടെങ്കിൽ അത് കത്തും. എർത്തില്ലെങ്കിൽ ഇത് കത്തില്ല. ഇത് ഈ മൂന്നിലെങ്കിലും കത്തും. പക്ഷേ ഒരു ന്യൂട്രൽ എർത്തും ഇല്ലെങ്കിൽ കത്തില്ല. ഇത് സാധാരണ ടെസ്റ്റർ ഇത് വേണ്ട. ഇത് ഇതിലെ എർത്ത് ഫേസിൽ മാത്രം കത്തില്ല. സാധാരണ ടെസ്റ്ററാണ്. ഇത് ബാറ്ററി ഇല്ല. ഇത് നീ പറഞ്ഞാൽ ഇതിൽ കത്തില്ല. ന്യൂട്രൽ പോയില്ലെങ്കിൽ ഇതിലേക്ക് ഫേസ് വരും. അപ്പോൾ ഇതിലും കത്തും. ന്യൂട്രൽ കമ്പി വിട്ടെടുക്കാൻ ഇതിലും കത്തും. ഇതിലും കത്തും. എർത്ത് ഫേസിലും കത്തും. ഇതിൽ കത്തണമായി ഇതിലും കത്തും. ന്യൂട്രൽ പോയി എടുക്കാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത ഇനിയിപ്പോൾ വയറിൻ്റെ ഇവിടെ എന്തെങ്കിലും ഇപ്പം ഓപ്പൺ ആകാതെ അതിൻ്റെ വെച്ചാൽ ഇത് കത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എവിടെയാണ് കത്താത്തത് വെച്ചാൽ അവിടെ ഫേസ് കട്ടായില്ല. ആ സമയം ഈ ട്യൂബിൽ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സപ്ലൈ ഇവിടെ ഇങ്ങനെ കത്തും. ട്യൂബിൽ കത്തൻ്റെ വെച്ചാൽ കുഴപ്പമില്ല. കുറേ ദൂരം വെച്ചിട്ട് കത്താണ്ടായി കഴിഞ്ഞാൽ ഫേസ് കട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ന്യൂട്രൽ കട്ടായിട്ടുണ്ട് എന്നുള്ള അറിയണമെങ്കിൽ തിരിച്ച് കാണിച്ച് ഇതിങ്ങനെ കുടുംബം അപ്പോൾ ആ ഫേസ് വരില്ല. ഇവിടെ തിരിക്കുമ്പോൾ ആ ഫേസിലേക്ക് തന്നെ ഇത് വരും. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ന്യൂട്രൽ കട്ടായിട്ടുണ്ട് വെച്ചാൽ അപ്പോൾ ന്യൂട്രൽ കട്ടായി ഒരു വയർ കട്ടായി എന്നറിയാം. അങ്ങനെ മുഴുവൻ അറിയാം.